സോ ഹലോ ഗായ്സ്, ഇന്ന് ജൂലൈ 30 മാർവൽ ഫാൻസിന് ഒരു പ്രത്യേക ദിവസമാണ്. കാരണം ഇന്ന് സ്പൈഡർമാൻ റിലീസാണ്. ചിലപ്പോൾ എൻ്റെ മുഖത്തുള്ള എക്സൈറ്റ്മെൻറ്റ് ചിലപ്പോൾ അത്രയും പുറത്ത് സൗണ്ടായിട്ട് വരില്ല. കാരണം ഷിഫ്റ്റ് കഴിഞ്ഞ് വന്ന് നേരെ സിനിമയ്ക്ക് കയറുന്നത്. സിനിമ രാത്രി 10:30-ക്കാണ്. അഖിൽ ഞാനൊക്കെ മാർവൽ ഫാനാണ്, പക്ഷേ ഇപ്പം കുറച്ച് സ്പൈഡർമാൻ ഫാനാണ് കുറച്ചുകൂടെ. അപ്പോൾ അതുകൊണ്ട് സിനിമയ്ക്ക് എത്തിയൊക്കെയാണ്. ഞാൻ ഇതിനു മുമ്പ് മൂവിയുടെ ബ്ലോഗ് ചെയ്ത് എനിക്ക് തോന്നുന്നു ഡീമൺ സ്ലെയർ ആണ്. അത് സിനിപ്ലെക്സ് തന്നെയാണ്, അത് സ്കാർബോയിലായിരുന്നു. ഇതിപ്പോൾ ഫെയർ വ്യൂ മാളെന്ന് പറഞ്ഞിട്ട് വേറെ സ്ഥലത്താണ്, നോർത്ത് യോർക്കിലാണ്. ടിക്കറ്റ് വേറെ അടുത്ത് കിട്ടാനില്ലായിരുന്നു. അങ്ങനെ വെച്ചാൽ ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങിയത് അറിഞ്ഞു പോലും ഇല്ല. അക്ഷയ വിളിച്ച് പറഞ്ഞിട്ടാണ് നമ്മൾ നോക്കിയപ്പോൾ വേറെ അടുത്ത് കിട്ടാനില്ല, ഇവിടെ മാത്രമേ ഉള്ളൂ. പിന്നെ ബുക്ക് ചെയ്തിരിക്കുന്ന സീറ്റ് ഡി ബോക്സ് ആണ്. ഡി ബോക്സ് എനിക്കും ഞാൻ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. ഡി ബോക്സ് എനിക്കാണ് കുറച്ചുകൂടെ അങ്ങനെ എന്തോ ആണ്, കുറച്ച് ഹാപ്റ്റിക്സ് നമുക്ക് കിട്ടും എന്നുള്ള സംഭവമാണ് ഞാനും അറിഞ്ഞത്. പക്ഷേ 4DX പോലത്തെ ഭയങ്കര സംഭവമൊന്നുമല്ല, ഹാപ്റ്റിക്സ് കുറച്ച് കിട്ടും എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ സ്പൈഡർമാൻ കാണാനായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് ഗായ്സ്. ഞാൻ വന്നപടി ഓട്ടം, സ്ഥിര ഓട്ടം. അപ്പോൾ അകത്തോട്ട് കയറാൻ പോകും. അകത്തോട്ട് കുറച്ച് സംഭവം ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ സിനിപ്ലെക്സ് പറഞ്ഞത്. അകത്ത് കയറി വരുമ്പോൾ ആദ്യം കാണുന്നത് ഇതേപോലത്തെ സാധനങ്ങളാണ്. ഇതിന് മുമ്പ് കാണിച്ചിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. ഇവിടെ വന്നിട്ട് ടിക്കറ്റ് എടുക്കുക. ഇതാണ് സ്പൈഡർമാൻ്റെ ചെയ്ത് വെച്ചേക്കുന്നത്. നമ്മളുടെ പ്രത്യേകം കർപ്പറ്റ് പോലെ ചെയ്തിട്ടുണ്ട്. ഇതേണ്ട ഈ എസ്കലേറ്റർ കയറി വേണം മുകളിലോട്ട് വരേണ്ടത്. അഖിലും ഹരിപ്രിയയും കൊച്ചുമായിട്ട് വരുന്നുണ്ട്. കയറി വരുമ്പം ഇതാണ് വ്യൂ. അങ്ങോട്ടാണ് ബാക്കി സ്ക്രീനും പരിപാടികളുടെ. ഇവിടെ നമുക്ക് ഫുഡ് ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് കയറാം. ഒരു രക്ഷയില്ലാത്ത പ്രൊമോഷൻ കേട്ടോ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. നമുക്ക് ഇവിടെ ഒരു സംഭവം ആർച്ച് പോലെ ചെയ്തിട്ട് അതിൽ സ്പൈഡർമാൻ്റെ തൂങ്ങി കിടക്കും. താഴെ ഉണ്ടായിരുന്നു. ഇത് കണ്ട സ്പൈഡർമാൻ തൂങ്ങി കിടക്കുന്നു സ്ട്രോയിൽ. ഇതെല്ലാം മറ്റേ പോപ്കോൺ ബക്കറ്റ്സ് ഉണ്ട് ഇവിടെ. മാൻഡലോറിയൻ്റെ ചാനലിരിക്കുന്നു. എത്രത്തോളം എക്സൈറ്റഡ് ആണ് ഈ പടത്തിന് വേണ്ടി? സൂപ്പർ എക്സൈറ്റഡ് ആണ്. എത്ര നാളത്തെ കാത്തിരിപ്പ് അല്ലേ അല്ലേ ഒരുപാട് നാളത്തെ കാത്തിരിപ്പ്. ശരിക്കും എക്സൈറ്റഡ് ആണ്. നീ പറ, സ്പൈഡർമാൻ ഫാൻ നീ പറ. ഓളി എക്സൈറ്റഡ് ആണ്. ഭയങ്കര ഹൈപ്പും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. സോ ഞാൻ ഈ സ്റ്റാറ്റസും ഉണ്ടാക്കും ഒക്കെ ഇന്നലെ ഒരു ദിവസം കഷ്ടപ്പെട്ടാൽ ഞാൻ തള്ളി നിൽക്കുക. ഈ പ്രീമിയറൊക്കെ വന്നതിന് ഇതുണ്ട്. ഇവിടെ നിന്നാണ് പാസ് കാണിച്ച് നമ്മൾ ടിക്കറ്റ് കാണിച്ച് നേരെ കയറി പോകുന്നു. ഇവിടെ കുറേ സ്ക്രീൻസ് ഉണ്ട്. അതിൽ 6ാമത്തെ സ്ക്രീനിലാണ് നമ്മൾ കയറുന്നത്, അൾട്രാ AVX ഡി ബോക്സ്. അപ്പോൾ ഇവിടെ നൗ സീറ്റിംഗ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിവിടെ എല്ലാ സിനിപ്ലെക്സിനും കാണുന്നുണ്ട്. നൗ സീറ്റിംഗ്, നൗ ക്ലീനിങ്. 10 രൂപേൻ്റെ ഷോയ്ക്കാണ് നമ്മൾ കയറുന്നത്. ഇത് 3D ഗ്ലാസ്സസ്, അതായത് ചൈൽഡ് അഡൾട്ട് 3D ഗ്ലാസ് എന്ന് എഴുതുന്നത്. നമ്മൾ അഡൾട്ടാണ്, കൊച്ചുങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് എടുക്കാം. തിരിച്ചിറങ്ങി വരുന്ന സമയത്ത് ഇതിനകത്ത് ഗ്ലാസ് ഇട്ടിട്ട് പോകണം. സീറ്റിംഗ് വ്യൂ വരുമ്പോൾ ഇതാണ്. അത്യാവശ്യം വലുത് തന്നെയാണ്. നമ്മളത് കാണാൻ പറ്റൂലല്ലേ. 3D ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഡി ബോക്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി റിക്ലൈൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പോൾ ഓഫാണ്. ഇതിപ്പം പ്ലസ് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ലെവലുണ്ട്, 3 ലെവലുണ്ട്. ഓഫ് ചെയ്ത് വിടാൻ പറ്റും. ഇതാണ് ഡി ബോക്സിൻ്റെ പ്രത്യേകത. അത്യാവശ്യം നല്ല രീതിക്ക് ഹാപ്റ്റിക്സ് അടിക്കുന്നുണ്ട്. 4DXൻ്റെ അത്രയാണെന്ന് പറയുന്നില്ല, പക്ഷെ എന്നാലും അത്യാവശ്യം നല്ല രീതിക്ക് അടിക്കുന്നുണ്ട്. സിനിമ കഴിഞ്ഞ് ഇറങ്ങി അവൻ നല്ല ഉറക്കമായി. ഹരിപ്രിയയുടെ ഡ്യൂട്ടി പാവം, കൊച്ചിന് ഉറക്കലായിരുന്നു അവളുടെ ഡ്യൂട്ടി. ഇത് ഞാൻ സിനിമ കാണാൻ നേരത്തെ കഴിക്കാൻ പറ്റുന്ന സാധനം. എനിക്ക് ഇപ്പോഴേ കഴിക്കാൻ പറ്റുന്നത്. പാവം. ഞാനും അഖില് നല്ലപോലെ കണ്ടു കേട്ടോ. അവള് എന്താ പറയാ, അമ്മ ഡ്യൂട്ടി. ആ ഡി ബോക്സ് സാധനം കൊള്ളാം, പക്ഷെ കംഫർട്ടബിൾ അല്ല. ആ ഒറ്റ ഒരു ഇതുണ്ട്. പക്ഷെ എന്ന് വെച്ചാൽ മൂവ്മെന്റ് ഒക്കെ പക്കായിട്ട് അറിയാമെന്ന് വെച്ചാൽ പക്ക റോളർ കോസ്റ്റ് വൈബ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എക്സ്ട്രീം സാധനം, പക്ഷെ കംഫർട്ടബിൾ അല്ല. നമ്മൾ ഈ മറ്റേ റിക്ലൈനറിൽ കിടന്ന് നമുക്ക് കംഫർട്ടബിൾ സെറ്റ് ആവുന്നില്ല. ഞാനുണ്ടല്ലോ, ഞാൻ നോക്കുമ്പോൾ അഖിലും അരവിന്ദും ഒക്കെ മറ്റേ വണ്ടർലയിൽ റോളർ കോസ്റ്റർ കയറിക്കുന്നുണ്ട്. സിനിമ ഷസാൻ പറഞ്ഞ കണക്ക് ആദ്യത്തെ 10 മിനിറ്റിൽ നമ്മൾ ഹുക്കാവും. ഡി ബോക്സും കൂടെ ആഡ് ആവും പറഞ്ഞ കണക്ക് ഞാൻ എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു, അളിയോ ഇതിങ്ങനെ ഫ്രെയിമൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ വരും. അത് കണ്ടപ്പോഴാണ് അളിയോ വിഷയം എന്ന് പറഞ്ഞു. 3Dയും കൊള്ളാം. 3D ഡിമാൻഡ് ചെയ്യുന്ന സീക്വൻസിന് 3D വിഷയമായിട്ട് ചെയ്തിട്ടുണ്ട്. മറ്റേ ഹൾക്കുമായിട്ടുള്ള ഫൈറ്റ് വിഷയം, ഇൻക്രെഡിബിൾ ഹൾക്ക് അന്ന് കണ്ടതിന് ശേഷം ഇപ്പോഴാണ് അതിൻ്റെ ചെറിയൊരു ഗ്ലിംസ്. അത് ഹൾക്കിൻ്റെ ആ ആംഗ്രിയും കറക്റ്റ് സാധനങ്ങളെല്ലാം പക്കയായിട്ട് ഇതിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഫൈറ്റ് സീക്വൻസ് വിഷയമായിരുന്നു. ഫൈറ്റ് സീക്വൻസ് എല്ലാം വിഷയം. ഇമോഷണൽ സാധനങ്ങളുള്ള ഇമോഷണലായിട്ടും അതും പക്കയായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. വിഷയം പടം ഫുള്ളി സാറ്റിസ്ഫൈഡ്. 3D അടിപൊളിയായിരുന്നു. ഡി ബോക്സ് ആവാൻ പറഞ്ഞ കണക്ക് അത്ര കംഫർട്ടബിൾ അല്ല ഈ സംഭവം ഉള്ളതുകൊണ്ട്. പക്ഷേ അല്ലാതെ വിഷയം സിനിമ. ഇതിൽ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത വേറൊരാളുണ്ട്, കിണ്ണനുമായിട്ട്
അനൂപ് എൻ്റെ ഇരട്ട പേരാണ് ഇട്ടേക്കുന്നത്. അവനുമായിട്ട് ഫസ്റ്റ് ഡേ കണ്ടുകൊണ്ടിരുന്നതാണ്. അവൻ നല്ല രീതിക്ക് മിസ് ചെയ്ത്. തേർഡ് പാർട്ട് വരെ അവനുമായിട്ട് എല്ലാ പടങ്ങളും ഫസ്റ്റ് ഡേ ആണ് അവനുമായിട്ടാണ് നമ്മൾ പോയി കണ്ടുകൊണ്ടിരുന്നത്. അവനെ നല്ലോണം മിസ് ചെയ്ത്. വിഷയം പടം ഒന്നും പറയാനില്ല. പടത്തെക്കുറിച്ച് നിനക്ക് എന്താണ് പറയാനുള്ളത്? ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. അഖിലേ, നിന്റെ അഭിപ്രായം പറയടാ. ആ വിഷയം വേണം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു വൻ കംബാക്ക് എന്നൊക്കെ തന്നെ പറയാം. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഓവറായി പോകുന്നത് എനിക്ക് അറിയാം. പക്ഷേ വിഷയം കേട്ടോ, എനിക്ക് ഒരു ഹൈപ്പ് വരുന്നില്ല. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഐറ്റം തന്നെയാണ്. പക്ഷെ നമ്മൾ മറ്റേ ഇപ്പം അവൻ്റെ ടോം ഹോളണ്ടിൻ്റെ ഒക്കെ ആണെങ്കിൽ കണ്ടിട്ടുണ്ടല്ലോ. ഇത് ടോം ഹോളണ്ടിൻ്റെ തന്നെ. അതാ പറഞ്ഞ അവൻ്റെ ഒക്കെ അഭിനയം കണ്ടിട്ടുണ്ടല്ലോ. പക്ഷെ സാഡീസ് അവള് വേറെ ലെവലായിരുന്നു. ക്യാരക്ടർ ഒന്നും പറയണില്ല. സ്പോയിലർ ഇഷ്ടം പോലെ ഉണ്ട്, പറഞ്ഞ സ്പോയിലർ ആയിപ്പോവും. ഒരു സ്പൈഡർമാൻ പടം